അപ്പൊ ഇതാണ് നമ്മുടെ അമ്മയുടെ മുറി. അമ്മ എന്താ അമ്മ സീലിംഗ് വെക്കാൻ സമ്മതിക്കാത്തെ? നമുക്ക് ഒത്തിരി വെട്ടമൊന്നും വേണ്ട. ഈ ജെൻസിബിളായിട്ട് ഒരു കാര്യമല്ലേ, നമുക്ക് അതിനൊന്നും ആവശ്യമില്ലല്ലേ? എന്തിനാ? അതെ, നമ്മൾ പഴയ ആളുകൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല. ഇതെന്താ അമ്മയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി പഠിക്കാൻ വേണ്ടിട്ടാണോ ഒരു ടേബിൾ, സ്റ്റഡി ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്? അലമാരിയിൽ വെച്ചതാണ്. എന്നാലും കുഴപ്പമില്ല. ഇനി ഇവിടെ ഒരു ചെയറും കൂടി ഇട്ട് കൊടുത്താ പഠിക്കുക എവിടെ ഇരുന്ന്, അല്ലേ? സ്ക്രിപ്റ്റ് ഒക്കെ പഠി. എങ്ങനെയാ അമ്മ പെട്ടെന്ന് സ്ക്രിപ്റ്റ് ഒക്കെ ക്യാച്ച് ചെയ്യോ? പിന്നെ ആണല്ലേ? ഇല്ല, പക്ഷെ അമ്മ പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യുന്നേ. അതിന് ഒറ്റ ടേക്കില് സെറ്റ് ആവോ? ക്യാമറ നമ്മൾ ഒത്തിരി ഒന്നും പോകാറില്ല, പക്ഷെ ക്യാമറ ഓഫ് ആവുന്നവരെ. അതെ, അപ്പൊ ഇതാണ് നമ്മളുടെ പാരഡൈസ്. ഓക്കെ, ഇതാണ്. അപ്പോ എനിക്ക് തോന്നുന്നേ എപ്പോഴും അമ്മ പറയാറുണ്ട് ചേച്ചിയുടെ കാര്യം. ചേച്ചിയല്ലേ, ശ്രീകാന്തേട്ടന്റെ ചേച്ചിയല്ലേ? ചേച്ചീനെയാണോ കൂടുതൽ ഇഷ്ടം അതോ ശ്രീകാന്ത്? ഇനി അമ്മ എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാവും, പക്ഷെ അവള് പറയുന്നത് ഇവനെ ഇഷ്ടം. അത് പിന്നെ മരുമോനും അവളും. ഓ, അവര് കാനഡയിലായിട്ട് എത്ര നാളായി? 6 വർഷം. 6 വർഷമായിട്ട് അവിടെ സെറ്റിൽഡ് ആണല്ലേ? പോയത് മോളെ ഞങ്ങള് കണ്ടിട്ടില്ലല്ലേ? ആളത് എന്ത് ക്യൂട്ടായിട്ടാണ്, കൊച്ചുകുട്ടിയായിട്ടും സാരിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട്. ആണല്ലേ? അയ്യോടാ, നൈസ്. അപ്പൊ ഇനി അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ, കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി ഇവിടെ ഒരു ഉത്സവമായിരിക്കും എല്ലാവരും കൂടി വന്നു കഴിയുമ്പോ. ഓക്കെ, കൊള്ളാം. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എനിക്ക് തോന്നുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ലാസ്റ്റ് 2-3 ഇയേഴ്സിലാന്ന് തോന്നുന്നല്ലേ? ഇനി നമ്മൾ നേരെ വരുന്ന അടുക്കളയിലേക്കാണ്. ഇതല്ലേ അടുക്കള? ഇത് ലിവിംഗ് അല്ല, ഇത് ഓൾറെഡി ശരിക്കും ഇത് നമ്മൾ പണിഞ്ഞ സമയത്ത് 2 അടുക്കളയായിരുന്നു. ഇതും അടുക്കളയായിരുന്നു. അതെ. പണ്ടത്തെ ഇപ്പൊ ഈ സ്ലാബ് അടിക്കാറില്ലല്ലോ. ഇപ്പൊ മറ്റേ പ്ലെയിൻ റൂമായിട്ട് പണിഞ്ഞിട്ട് അല്ലാതെ സ്ലാബ്. പണ്ടിങ്ങനെ ഒരുപാട് സ്ലാബ് അടിച്ചു. ഇത് അടുക്കളയായിരുന്നു. പിന്നെ ഇവിടുന്ന് 2 സ്ലാബ് നമ്മൾ കട്ട് ചെയ്തത് മറ്റേ ഡൈനിങ്. ഓ, അങ്ങനെ ആക്കിയതാണല്ലേ? ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞ കപ്പ്. അതെന്താ അമ്മ എന്റെ ഗുഡ് ഡാൻസ്? ഇങ്ങോട്ട് വാ, ഇവിടെ നിക്ക്. പറഞ്ഞതാ, ഇതെന്താ? ഇത്രയും ചായ കൊടുത്താ മതി. ഇത്രയും ചായ കൊടുത്താ മതി. അതുകൊണ്ട് കുറച്ച് ചായ എനിക്ക് അനത്തിയാ മതി. 2 കുടി കുടിക്കുമ്പോഴേ തീരും. എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ആയിന്നൊക്കെ. പക്ഷെ ശരിയാട്ടോ, ഇത്രയും സ്ലാബ് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും നമ്മൾ ഇത്രയും കബോർഡ്സ് മുകളിൽ വെച്ചിട്ടുണ്ട്. ഈ സ്ലാബൊക്കെ ഓവറായി പോകുന്ന ചിലതൊക്കെ കട്ട് ചെയ്ത് കളയാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെ സ്ലാബായിരുന്നു, ഇങ്ങനെ ഇവിടെ എല്ലാം സ്ലാബായിരുന്നു. അപ്പൊ ഈ 2 സ്ലാബ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഓക്കെ, കൊള്ളാം. അപ്പൊ ഇതാണ് നമ്മളുടെ 2 കിച്ചൺ ആക്കാൻ ഇരുന്നതായിരുന്നു, പക്ഷെ നമ്മളത് കട്ട് ചെയ്ത് ലാഭിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഇതാക്കി. ഓക്കെ, അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ശ്രീകാന്തേട്ടന്റെ ഐഡിയ ആയിരിക്കുമല്ലോ. നമ്മളിപ്പോ വിളമ്പുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് അല്ലാതെ നമ്മൾ ചെയർ ഇടുമ്പോ ഇത്രയും സ്പേസ് വരില്ലേ? ഇതാകുമ്പോ നമുക്ക് അല്ലാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ എളുപ്പമുണ്ട്. അതെ. അമ്മ എന്താ വേണ്ടെന്ന് പറയണേ? ആണല്ലേ? പക്ഷെ ഇതൊക്കെ ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ്. ആൾക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അത്രയും സ്ഥലം പോവല്ലോ. പിന്നല്ലേ, അത് നമുക്കറിയാലോ. അതെ. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നേ. ചെറിയ കിച്ചൺ ആട്ടോ. ഓക്കെ, വെരി ക്യൂട്ട് കിച്ചൺ അല്ലേ? അമ്മയ്ക്ക് എനിക്ക് അതിന് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം അമ്മയുടെ മുറി കഴിഞ്ഞാൽ ഏതാ? ഹാളാണോ കിച്ചൺ ആണോ? അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ശ്രീകാന്തേട്ടാ? നേരത്തെ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഞാൻ എന്തോ ഉണ്ടാക്കിയാലും പറയുമ്പോൾ ഓ, അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അന്നേരം എന്റെ ചേട്ടത്തിയുടെ മോനോട് ഞാൻ പറയും, മോനെ കുഞ്ഞമ്മ എന്തോ ഉണ്ടാക്കിയാലും കുറ്റം പറയുവാന്ന്. ഇവന് കടയിൽ നിന്ന് നടന്ന് തിന്നോളുകൊണ്ടാ കുഞ്ഞമ്മ സാരമില്ല. പെരി പെരി അൽഫാം തിന്നിട്ടെന്നല്ലേ? അൽഫാം തിന്നിട്ട് രാവിലെ എന്തോ വേണോടാ? എനിക്ക് പൊറോട്ട ഇറച്ചിയും വേണം.
ഞാൻ പറയാം എനിക്കറിയോ പൊറോട്ട ഉണ്ടാക്കാം, എന്താ പഠിക്കാൻ? ഇതുപോലെ ഒരു പ്രസ് മീറ്റിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആരുടെയോ കൂടെ അഭിനയിച്ചപ്പോ എന്റെ മോനേക്കാളും നല്ലതാണെന്ന്. അത് പരിവാറിന്റെ അല്ലേ? അതെ, സിനിമാ നടിയാണ്. അതെ. ഓക്കെ. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളുടെ കണ്ടന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ തമാശയായിട്ടാണ് പറയുന്നതെങ്കിൽ കുറെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാസ്റ്റ് പാമ്പ് പിടുത്തത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ ഇടയിൽ കൂടി ഇവര് നൈസായിട്ട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്താ അതിഥി എവിടെയെന്ന് അമ്മ ചോദിക്കുമ്പോൾ ശ്രീകാന്തേട്ടൻ പറയും ഇത്രയും വിഷമുള്ളവരെയൊക്കെ അതിഥി എന്ന് വിളിക്കാവോ? അപ്പൊ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളുടെ ചിറ്റപ്പനെ അമ്മച്ചി. അത് ആക്ച്വലി വെരി വാലിഡ് പോയിന്റ് ആണ്. അത് കറക്റ്റ് കാര്യമാണ്. ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് കിട്ടുന്നേ? പെട്ടെന്നല്ല, ഇത് നമ്മളിങ്ങനെ ആലോചിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതും ഒരു ദിവസം മുന്നേ, അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതെ, ഒരു കണ്ടന്റ് വരെ നോക്കിയത്. ഈ പാമ്പിന്റെ കണ്ടന്റ് കുറച്ചാൾ മുമ്പ് വന്നുള്ളൂ, അപ്പോഴേക്കും തലയിലേക്ക് സ്ക്രിപ്റ്റ് വന്നു. എന്നാലല്ലേ അരിമ ജീവിക്കാൻ പറ്റൂ. ക്രിയേറ്റേഴ്സിന്റെ ബഹളമല്ലേ, എവിടെ ചെന്നാലും ക്രിയേറ്റേഴ്സ് ആണ്. പക്ഷെ നമ്മള് ബുദ്ധിപരമായിട്ട് നേരത്തെ തുടങ്ങിയല്ലേ, ഒരു 5 വർഷം മുമ്പ് തുടങ്ങി. അതേതായാലും നന്നായി. അതെ, അതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടെ നമ്മൾ കുറെ സ്ലാബ്സും കബോർഡ്സും കവർ ചെയ്യേണ്ടി വന്നു. പക്ഷെ നമുക്ക് കുറെ സാധനങ്ങളുള്ളതുകൊണ്ട് വെക്കാലോ അല്ലേ? ഇത് വലിച്ചു വാരി ഇടേണ്ടി വരത്തില്ല. ഇവിടെ പിന്നെ നമ്മൾ വർക്ക് ഏരിയ പണിഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഈ കിച്ചൺ ഇങ്ങനെ ആക്കിയത്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മളുടെ ബാക്ക് ഏരിയ. മരങ്ങളുണ്ടായിരുന്നു. ഈ മരത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ, അത് വെറുതെ നിർത്തിയ? ഓക്കെ, അത് നല്ലൊരു വാലിഡ് പോയിന്റ് ആണ്. മാങ്ങയുള്ളത് നമ്മൾ കളയേണ്ട ആവശ്യം. വെട്ടാൻ ഭയങ്കര വഴക്കായിരുന്നു. ഞാൻ പറഞ്ഞു വെട്ടത്തില്ല. അതെ, ഇത് ഒരു തണലും ഉണ്ടല്ലോ. അതെ, തണലുണ്ട്, പിന്നെ മാങ്ങയുണ്ടല്ലോ, അത് തന്നെയാണല്ലോ വലിയ കാര്യം. ഇവിടൊക്കെ ഇങ്ങനെ ഭയങ്കര കുണ്ടുകുഴിയായിട്ട് കിടക്കുമായിരുന്നു, നമ്മളിത് ലെവൽ ചെയ്താണ്. ഇവിടെ മൊത്തം മരങ്ങളായിരുന്നു, ഇതിന്റെ താഴെ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഒക്കെ എടുത്തു. ഇവിടെ ഇനി എന്താക്കാനാ പ്ലാൻ? ഈ ഒരു ഏരിയ മരങ്ങളൊക്കെ വെക്കാനാണുള്ള വാഴയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ആ വാഴ ഇതെല്ലാം തരണം ചെയ്ത വാഴ. ഇവിടെ പല പണികൾ കാണും, JCB ഒന്നും എല്ലാം. അതിൽ നിന്ന് രക്ഷപ്പെട്ട 2 വാഴകളാണ്, 3 വാഴകൾ. അത് കറക്റ്റായി. കളം പറയാന്ന് വിചാരിച്ചു. സർവൈവ് ചെയ്ത 3, 4, 5, 6 വാഴകൾ. 6 വാഴകൾ എന്നെ വേണമെങ്കിൽ കൂട്ടിക്കോ, കുഴപ്പമില്ല. ഓക്കെ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്, നമ്മൾ ഏത് മുക്കിലും മൂലയിലും CCTV വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു CCTV വെച്ചിട്ടുണ്ട്, അതാണെങ്കിൽ അങ്ങടാണ് ദിശ പോകുന്നത്. ഇതൊരു പ്രത്യേക ഇനം വാഴയാണ്. ഈ വാഴയുടെ ഗുഡൻസ് എന്താന്ന് അറിയാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഈ വാഴ ഒരു പ്രത്യേക വാഴ, അതായത് കൊണ്ടുപോയിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ആ വാഴയ്ക്ക് എന്താ പ്രത്യേകത? ഇത്രയും നാളും തരണം ചെയ്തതാണ്, നമ്മളെ പോലെ തരണം ചെയ്തുകൊണ്ടാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അപ്പൊ ആ വാഴേനെ ആരും വെട്ടിക്കൊണ്ടു പോകാതിരിക്കാനാണ് ഇവിടെ CCTV വെച്ചേക്കുന്നത്. എനിക്ക് എന്തിനാണ് ഇത് വെച്ചേക്കുന്നത്?